ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബീഫ് കപ്പ പുട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാം. അത് ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് കുറച്ച് കപ്പയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് നമ്മുടെ പറമ്പിൽ പോയി വേഗം പറിച്ചെടുത്തുകൊണ്ട് തിരിച്ചു വരാം. ഇതാ നമ്മുടെ വീട്ടിലെ കർഷകനായ നമ്മുടെ ഡാഡി ഇവിടെ കൊള്ളി പറിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള മണ്ണൊക്കെ നീക്കി കൊടുത്ത ആൾ ഇനി ഇതാ വലിച്ചെടുക്കുകയാണ്. കണ്ടോ, നല്ലോണം തന്നെ ഉണ്ട് കേട്ടോ. നല്ല വലിയ കടയാണ്. കണ്ടോ, ഇതാ നിറച്ചും വന്നിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നമുക്ക് ഒരു കുറച്ച് പുട്ടുണ്ടാക്കാനുള്ള മാത്രമല്ല, അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു കടയിൽ നിന്ന് തന്നെ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് പുട്ടുണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതാ ബീഫ് ഞാനിവിടെ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ്. ഇനി വേണ്ടത് നമ്മുടെ കപ്പ ചെറുതായി ഗ്രേറ്റ് ചെയ്ത് സ്റ്റാർച്ച് കളഞ്ഞ് വെച്ചതാണ്. അതിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പിഴിഞ്ഞാൽ സ്റ്റാർച്ച് വരും കേട്ടോ. അപ്പോൾ അത് കുറച്ച് കളഞ്ഞ ശേഷമുള്ള കപ്പയാണത്. അല്ലെങ്കിൽ നമ്മൾ പുട്ടിന് കുഴച്ച് പോകുമ്പം എന്താ പറയുക, അത്ര നന്നായിട്ട് വരാൻ ചാൻസ് ഇല്ല, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒലർന്ന് കിടക്കില്ല. അപ്പോൾ അതിന് വേണ്ടി സ്റ്റാർച്ച് കളയുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. പിന്നെ തേങ്ങ ആവശ്യത്തിന്. പിന്നെ നമുക്ക് വേണ്ടത് ബീഫിലേക്കുള്ള സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. പിന്നെ ഉപ്പ്, പിന്നെ ഇത്തിരി മല്ലിയില. പിന്നെ ആദ്യം ചെയ്യുന്നത് ഞാൻ ഈ ബീഫ് ഒന്ന് മിക്സിയിൽ ഒരു കറക്കി എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ മിൻസായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണേ. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കിവിടെ പുട്ടിനുള്ളത് കുഴച്ച് വയ്ക്കാം. അപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, കപ്പയിലേക്ക് നമ്മളിങ്ങനെ കുറേശ്ശെ അരിപ്പൊടി ഇട്ടിട്ട് ആ നനവിന് പാകമാക്കി കുഴച്ചെടുക്കണം. നമ്മൾ പുട്ടിന് അരിപ്പൊടി തയ്യാറാക്കിയെടുക്കണ പോലെ ആ ഒരു ചെറിയൊരു നനവിൽ നമ്മൾ ഇത് ആക്കിയെടുക്കണം കേട്ടോ. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, കാരണം ആ കപ്പയുടെ നനവിൽ തന്നെ പാകമായി കിട്ടും. ഇനി നമ്മൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും കൂടി ചേർത്ത് നല്ലോണം കുഴച്ച് വയ്ക്കുക. ഇനി നമുക്ക് ബീഫ് റെഡിയാക്കി എടുക്കാം. അതിനിതാ ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളി സവോളയും ചെറുതായി അരിഞ്ഞത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് വലിയൊരു പണിയൊന്നുമല്ല കേട്ടോ, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു കപ്പ പുട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. വേറെ കറികളൊന്നും ഇതിന് പ്രത്യേകിച്ച് വേണ്ടി വരില്ല, ഇത് മാത്രം മതി. അപ്പം ഞാനിത് നല്ലോണം വഴറ്റി കൊടുക്കുകയാണ്. നല്ലപോലെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച എന്താ പറയുക, വേവിച്ച് അരച്ച് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മുളകും ഉപ്പും മഞ്ഞളൊക്കെ നേരത്തെ ചേർത്തിട്ടുള്ളതുകൊണ്ട് നമുക്കതൊന്നും ഇനി സ്പെഷ്യലായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ട കാര്യമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇത്തിരി ഡ്രൈ ആയിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാൻ നല്ലപോലെ ഇളക്കി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കൊറിയൻഡർ ലീവ്സും കൂടി ഇട്ടിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ. ആ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ നല്ല രുചി തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതാണ് ഞാൻ അത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് തേങ്ങ ആ പുട്ടിൻ്റെ കുഴലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുട്ടിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. കപ്പയും അരിപ്പൊടിയും കൂടി ചേർത്ത മിക്സ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ശരിക്കും നമ്മൾ പുട്ടിന് നിറയ്ക്കണ പോലെ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം തേങ്ങ ഇട്ട് കൊടുത്തു, പിന്നെ ബീഫ് ഇട്ട് കൊടുത്തു, വീണ്ടും കപ്പ ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മൾ പല ലെയറുകളായിട്ട് ഇത് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ തേങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ നിറച്ചു, നമ്മുടെ കുറ്റി നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് വീണ്ടും തേങ്ങയും കുറച്ച് ബീഫും അതിന് മുകളിലിട്ടിട്ട് മൂടി വയ്ക്കാനാണ് പോണത്. ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാനാണ് പോണത് കേട്ടോ. അത് ഞാൻ പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു വിഭവമാണ്. എന്നാൽ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുറച്ചും കൂടി ബീഫ് അതിൻ്റെ മുകളിൽ നമുക്ക് ഒട്ടും കുറയ്ക്കണ്ട, ലാവിഷായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിത് ആവിയിൽ വേവിച്ചു. ഇതപ്പോൾ നമുക്ക് പുട്ട് കുത്തിയെടുത്ത് നോക്കാം കേട്ടോ എങ്ങനെ വരികയെന്ന്. നല്ലൊരു അടിപൊളി വാഴയിലേക്ക് നമ്മളിതങ്ങനെ കുത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കപ്പപ്പുട്ട്. കണ്ട, ആ കപ്പയും ബീഫും ആ തേങ്ങയൊക്കെ ചേർന്ന് നല്ലൊരു മണവും വരുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ ബീഫ് കപ്പപ്പുട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം
അപ്പോൾ എങ്ങനെയുണ്ട്? കാണാൻ നല്ല അടിപൊളിയല്ലേ? ഇനി ഇതിൻ്റെ കൂടെ നല്ല ചൂട് കാപ്പിയും കൂടിയായ സംഗതി കുശാലായി. ഇതാ നമ്മുടെ കാപ്പി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പതുക്കെ പൊട്ടിച്ച് തിന്ന് നോക്കാം, എങ്ങനെയുണ്ടെന്ന് കാണാം. കണ്ടോ? ഞാൻ ബീഫും ആ പുട്ടും ഒക്കെ കൂടി ഒന്ന് കുഴച്ച് കഴിച്ച് നോക്കിയാണ്ടല്ലോ, സംഗതി വേറെ ലെവലാട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് കിട്ടുമ്പോഴാണ് എനിക്ക് ശരിക്കുള്ളൊരു മോട്ടിവേഷൻ. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാനത് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും സേഫായിട്ട് ഹെൽത്തി ആയിട്ട് വീട്ടിലിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവരോടും ബായ്.